സഭാവാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മേജർ ആർച്ച് ബിഷപ്പ് ആയ ശേഷം ആദ്യമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിൽ അജപാലന സന്ദർശനത്തിനെത്തിയ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിന് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ പ്രോട്ടോ സിഞ്ചലൂസ് റെവറൻ ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട്, ഫിനാൻസ് ഓഫീസർ റെവറൻ ഫാദർ ജോ മുല്ലശ്ശേരി, DC റെവറൻ ഫാദർ ജോസ് അഞ്ചാനിക്കൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഈ മാസം 28 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും അദ്ദേഹം സന്ദർശിക്കും. സെപ്റ്റംബർ 15-ന് വൂൾവർ ഹാംപൂണിൽ നടക്കുന്ന 1500-ൽ പരം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഹന്തൂസ SMYM കൺവെൻഷൻ ഉദ്ഘാടനവും 16-ന് ബർമിംഗ്ഹാമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പുതുതായി വാങ്ങിയ മാർ യൗസേപ്പ് അജപാലന ഭവനത്തിന്റെയും രൂപത ആസ്ഥാനത്തിന്റെയും ആശീർവാദ കർമ്മവും നിർവഹിക്കും. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുശോചനം രേഖപ്പെടുത്തി. മതേതര ജനാധിപത്യ ചേരിയെ ഒരുമിച്ച് നിർത്താനും ശക്തിപ്പെടുത്താനും നിർണായകമായ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു യെച്ചൂരിയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് തന്റെ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. പൊതുസമൂഹത്തിന് ചെയ്ത നന്മകളുടെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തെ അനുസ്മരിക്കുമെന്നും മാർ തട്ടിൽ പ്രസ്താവനയിൽ അറിയിച്ചു. തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷ സമാപനം ഡിസംബർ 11 മുതൽ 14 വരെ തോമാപുരത്ത് നടത്തപ്പെടും. അതിനു മുന്നോടിയായി 601 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. തോമാപുരം, ചെറുപുഴ, മാലോം, വെള്ളിരിക്കുണ്ട് എന്നീ ഫൊറോനകളാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുഖ്യ നേതൃത്വം വഹിക്കുന്നത്. പ്രസ്തുത ഫൊറോനകളിലെ വൈദികരും സന്യാസ വൈദികരും ഓരോ ഇടവകകളിലെ ഭരണസമിതി അംഗങ്ങളും മദർ സുപ്പീരിയർമാരും ഉൾപ്പെടെയുള്ള ഫൊറോന പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തി പടവിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തോമാപുരം ഫൊറോന വികാരി ഫാദർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡാനിയൽ പൂവണത്തിൽ നേതൃത്വം നൽകുന്ന ബൈബിൾ കൺവെൻഷൻ ദിവ്യകാരുണ്യ വർഷ സമാപനത്തോടനുബന്ധിച്ച് നടത്തപ്പെടും. കാഞ്ഞിരപ്പള്ളി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഉപ്പുതറയിൽ നടത്തപ്പെട്ട ഹൈറേഞ്ച് മേഖല തീർത്ഥാടനവും മരിയൻ റാലിയും ശ്രദ്ധേയമായി. മലനാടിന്റെ മാതൃദേവാലയമായ ഉപ്പുതറ പള്ളിയിലേക്ക് നടന്ന തീർത്ഥാടനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഹൈറേഞ്ച് മേഖലയിലെ 5 ഫൊറോനകളിലെ കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. ഹൈറേഞ്ചിൽ ആദ്യമായി ദിവ്യബലി അർപ്പിച്ച ഉപ്പുതറ യൂദാ തദേവുസ് കപ്പേലയുടെ മുൻപിൽ നിന്ന് ആരംഭിച്ച മരിയൻ റാലി ഫൊറോന വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. രൂപത ചെറുപുഷ്പ മിഷൻ ലീഗ് വൈസ് പ്രസിഡന്റ് നോറ ആലാനിക്കൽ പതാക ഏറ്റുവാങ്ങി. ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട തിരുവനന്തപുരം അതിരൂപതയിലെ വന്യവൈദികൻ റെവറൻ ഫാദർ റൊമാൻസിന്റെ മൃതസംസ്കാര കർമ്മങ്ങൾ അതിരൂപത അധ്യക്ഷൻ അഭിവന്യ തോമസ് ജെ നെറ്റോ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. റൊമാൻസ് അച്ഛന്റെ മാതൃ ഇടവകയായ സെയിന്റ് ജൂഡ് ചിന്നത്തുറ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് എമിരിത്തൂസ് മെത്രാപ്പോലിത്ത അഭിവന്യ സൂസപാക്യം പിതാവും അതിരൂപതയിലെ വൈദികരും സന്യസ്തരും വിശ്വാസികളും അടങ്ങിയ വലിയൊരു ജനസമൂഹം സാക്ഷ്യം വഹിച്ചു. റൊമാൻസ് അച്ഛൻ വൈദിക ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തി നിരവധി ദൈവവിളികൾക്ക് കാരണഭൂതനായ വ്യക്തിയാണെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ തന്റെ സന്ദേശത്തിൽ അറിയിച്ചു. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച വൈദികനായിരുന്നുവെന്ന് അഭിവന്യ സൂസപാക്യം പിതാവ് അനുസ്മരിച്ചു. കോട്ടയം അതിരൂപതയിലെ വൈദികരുടെ വാർഷിക ധ്യാനവേളയിൽ അതിരൂപത മെത്രാപ്പോലിത്ത മാത്യു മൂലക്കാട്ട് തുവാനിച്ച ധ്യാനകേന്ദ്രം ചാപ്പലിൽ വെച്ച് വിശുദ്ധ മൂറോൻ കൂദാശ നടത്തി. അതിരൂപത മെത്രാപ്പോലിത്തയോടത്തുള്ള വൈദികരുടെ കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പ്രതീകം കൂടിയായാണ് വൈദികരുടെ സാന്നിധ്യത്തിലുള്ള മൂറോൻ കൂദാശ പൗരസ്ത്യ പാരമ്പര്യത്തിൽ നടത്തിവരുന്നത്. വിശുദ്ധ മൂറോൻ വിശുദ്ധ മദ്ബഹയിൽ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കണമെന്നും ആദരവോടെ കൈകാര്യം ചെയ്യണമെന്നുമാണ് ആരാധനാ ക്രമ നിയമം. ഈ തൈലത്താൽ റൂഷ്മ ചെയ്യപ്പെടുന്ന വ്യക്തികളും സ്ഥലങ്ങളും വിശുദ്ധവും പ്രത്യേകം വേർതിരിക്കപ്പെടുന്നതുമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദേവാലയത്തിൽ CLCയുടെ സുവർണ ജൂബിലിയുടെയും ഇടവക വികാരി ഫാദർ ബാബു അപ്പാടന്റെ രജത ജൂബിലിയുടെയും ഭാഗമായി CLC അംഗങ്ങളുടെ സമർപ്പണമായി ഇടവക തിരുമുറ്റത്ത് കൽക്കുരിശ് നിർമ്മിച്ചു നൽകുന്നു. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനമായ നാളെ വൈകിട്ട് 5-ന് തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദ കർമ്മം നിർവഹിക്കും. തുടർന്ന് വിശുദ്ധ കുർബാന, പൊതുസമ്മേളനം, ജൂബിലിയേറിയന് അനുമോദനം, കലാപരിപാടികൾ, മ്യൂസിക് നൈറ്റ്, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരിക്കും. ജില്ലാ സ്കൂൾ കലോത്സവം ഞായറാഴ്ചയോടുകൂടി വരുന്ന ദിവസങ്ങളിൽ നടത്താനുള്ള തീരുമാനം മാറ്റണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ ആവശ്യപ്പെട്ടു. ആലക്കോട് സെയിന്റ് മേരീസ് ഫൊറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന കത്തോലിക്ക കോൺഗ്രസ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഞായറാഴ്ച ക്രൈസ്തവ വിശ്വാസികൾക്ക് പള്ളിയിൽ പോകേണ്ടതും വിദ്യാർത്ഥികൾക്ക് മതബോധന ക്ലാസുകളിൽ പങ്കെടുക്കേണ്ടതുമാണ്. ഞായറാഴ്ച കലോത്സവം നടത്തുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തകിടം മറിയുമെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. മേഖലാ പ്രസിഡന്റ് ബേബി കോയിക്കൽ അധ്യക്ഷത വഹിച്ചു. AKCC തലശ്ശേരി ഗ്ലോബൽ സമിതിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ ജനജാഗ്രതാ സദസ്സ് മാമ്പോയിൽ അതിരൂപത വൈസ് പ്രസിഡന്റ് ടോമി കണയങ്കൽ ഉദ്ഘാടനം ചെയ്തു. മാമ്പോയിൽ പള്ളി വികാരി ഫാദർ ജോസ് മൈമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബ്രൂസ്ലി മൊഴിയിൽ PJ ജോസഫ്, ജോസഫ് എമ്പളശ്ശേരി എന്നിവർ പ്രസംഗിച്ചു.
അനുഗ്രഹിക്കുവാൻ അനുഗ്രഹമാകുവിൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി പൂനെ പേപ്പൽ സെമിനാരിയിൽ 3 ദിവസമായി നടന്നുവന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക സമ്മേളനം സമാപിച്ചു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ അജപരിപാലന മേഖലയിൽ അനുവർത്തിക്കേണ്ട വിവിധ ജാഗ്രതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും പഠനങ്ങളും സെമിനാറുകളും നടത്തപ്പെട്ടു. പ്രശസ്ത വേദശാസ്ത്ര പ്രഭാഷകൻ അഭിമന്യ സക്രിയ മാർ സേവേറിയോസ് വിഷയാസ്പദമായ പഠനങ്ങൾക്ക് നേതൃത്വം നൽകി. ബോംബെ ഭദ്രാസനം ആതിഥേയം അരുളിയ സമ്മേളനത്തിന് ഭദ്രാസനം മെത്രാപ്പോലീത്ത അഭിമന്യ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ അധ്യക്ഷതയിൽ ബാഹ്യ കേരള വൈദിക സംഗമം സെക്രട്ടറി MB ജോർജ്, ജനറൽ കൺവീനർ MS ജോയ്, ബോംബെ ഭദ്രാസന വൈദിക സംഘം എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം വഹിച്ചു. 1974 ആർച്ച് ബിഷപ്പ് മാത്യു കാവുകാട്ടിന്റെ നാമധേയത്തിൽ ആരംഭിച്ച AKM പബ്ലിക് സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് MP സുവർണ ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ചു. സമകാലിക ജീവിതത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. SABS പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി റോസ് അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ജൂബിലി പതാക ഉയർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ജോബ് മൈക്കിൾ MLA ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു. സമരിട്ടൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ലൈഫ് ഭിന്നശേഷി യൂണിറ്റും ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ കണ്ണൂരും സംയുക്തമായി ജില്ലയിലെ വീൽചെയറിൽ കഴിയുന്ന അരയ്ക്ക് താഴെ തളർന്നുപോയ ആളുകളുടെ സംഗമം നടത്തി. സംഗമത്തോടനുബന്ധിച്ച് സംഗീത വിരുന്നും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തപ്പെട്ടു. CST ഫാദേഴ്സിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്ന സമരിട്ടൻ ട്രസ്റ്റിന്റെ പാലിയേറ്റീവ് ഒപ്പം കൂട്ടായ്മയാണ് സംഗമത്തിന് പ്രവർത്തനങ്ങൾ നടത്തിയത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 110-ലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു. ഗുഡ് സമരിട്ടൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിംഗ് സെന്ററിൽ നടന്ന പരിപാടി CST സഭയുടെ കോഴിക്കോട് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോൺസൺ വരകുപറമ്പിൽ CST ഉദ്ഘാടനം ചെയ്തു. കേരള വീൽചെയർ ഫെഡറേഷൻ കണ്ണൂർ ഘടകം പ്രസിഡന്റ് CC നാസർ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ കൃഷിഭൂമിയും ജനവാസ കേന്ദ്രങ്ങളും ഉൾപ്പെട്ടതിനെതിരെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിറ്റൂർ സെയിന്റ് തോമസ് ദേവാലയത്തിൽ ജാഗ്രതാ ദിനം ആചരിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് തോംസൺ, സെക്രട്ടറി സിജി ജോസഫ്, മറ്റു ഭാരവാഹികൾ, മാതൃസംഘം KCYM അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കോട്ടയം അതിരൂപതയിലെ ഇടവകകളിൽ അടുത്ത 3 വർഷത്തേക്കുള്ള പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കായി ഫൊറോന അടിസ്ഥാനത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൈപ്പുഴ ഫൊറോനയിൽ പരിശീലനം നടത്തി. കൈപ്പുഴ സെയിന്റ് ജോർജ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ഫൊറോനയിലെ എല്ലാ ഇടവകകളിലെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ സംയുക്ത കൂടിവരവ് കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ തീക്ഷ്ണതയോടെ സഭയോട് ചേർന്ന് നിന്ന് ഇടവകളെ വളർത്തുന്നതിന് പാരിഷ് കൗൺസിൽ അംഗങ്ങൾ കൂട്ടായി യത്നിക്കണമെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ പിതാവ് പറഞ്ഞു. പാരിഷ് കൗൺസിലുകളുടെ ദർശനവും ദൗത്യങ്ങളും എന്ന വിഷയത്തിൽ അതിരൂപത ചാൻസലർ ഫാദർ തോമസ് ആദോപ്പള്ളിയിൽ ക്ലാസ് നയിച്ചു. മാപ്രാണം ഹോളി ക്രോസ് തീർത്ഥാടന കേന്ദ്രത്തിൽ കുരിശുമുത്തപ്പന്റെ തിരുനാളിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേർച്ച തിരിതെളിച്ചു. മാപ്രാണം കുരിശുകപ്പേളയിലെത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ വികാരി ഫാദർ ജോണി മേനാശ്ശേരി പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിജോ മണിമലക്കുന്നേൽ, ഫാദർ ഡേവിസ് ചാലശ്ശേരി, കൈക്കാരന്മാരായ അനൂപ് അറയ്ക്കൽ, മിൽസൺ പാറമേൽ, ടോമി എടത്തുരുത്തിക്കാരൻ, ജനറൽ സെക്രട്ടറി ജോൺ പള്ളിത്തറ, പബ്ലിസിറ്റി കൺവീനർ പോളി പള്ളായി എന്നിവർ നേതൃത്വം നൽകി. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാരിത്താസ് മാതാ ഹോസ്പിറ്റൽ, വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗുമായി സഹകരിച്ചുകൊണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി സാമൂഹ്യ അവബോധ പഠന ശിബിരം സംഘടിപ്പിച്ചു. തെള്ളകം ചൈതന്യയിൽ നടന്ന പഠന ശിബിരം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, പ്രോഗ്രാം ഓഫീസറായ സിജോ തോമസ് എന്നിവർ പ്രസംഗിച്ചു. സെയിന്റ് നിക്കോളാസ് LPSൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചും കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സംഭാവന സ്വീകരിച്ചും സമാഹരിച്ച 45,000 രൂപ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് കൈമാറി. ഈ തുക സമാഹരിക്കുന്നതിന്റെ ആദ്യഘട്ടമായി ഓഗസ്റ്റ് 2-ന് വിദ്യാലയത്തിൽ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുകയുണ്ടായി. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായി ഭക്ഷ്യമേള വൻ വിജയമായിരുന്നു. തുടർന്ന് നടന്ന സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളിൽ നിന്ന് അവരുടെ കഴിവിനനുസരിച്ചുള്ള തുക സമാഹരിക്കുകയും ശേഷം അധ്യാപകരുടെ വിഹിതവും ചേർത്ത് 45,000 രൂപ ജില്ലാ കളക്ടർ മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി P. ഹെപ്പിലോപ്പസ്, PTA പ്രസിഡന്റ് ശ്രീമാൻ യൂജിൻ നിക്കോളാസ്, സ്കൂൾ ലീഡർ മാസ്റ്റർ ശിവ മിഷേൽ, വിദ്യാർത്ഥി പ്രതിനിധികൾ, അധ്യാപകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രസ്തുത തുക കൈമാറിയത്. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിറ്റുകൾ വിതരണം ചെയ്തു. മേപ്പാടി
സെയിന്റ് ജോസഫ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൽപ്പറ്റ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് വിതരണ ഉദ്ഘാടനം നടത്തി. കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കാരിത്താസ് ഇന്ത്യ, കാത്തലിക് റിലീഫ് സർവീസസ്, വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി, ശ്രേയസ് സുൽത്താൻ ബത്തേരി, ജീവന കോഴിക്കോട് എന്നിവയുടെ നേതൃത്വത്തിലാണ് ജില്ലയിൽ കത്തോലിക്ക സഭ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്. സീഡ്സ് എന്ന ഏജൻസിയുമായി സഹകരിച്ച് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 133 കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. മാനന്തവാടി രൂപത പ്രൊക്രേറ്റർ റെവറന്റ് ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കാരിത്താസ് ഇന്ത്യ ടീം ലീഡർ മുഖ്യപ്രഭാഷണം നടത്തി. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറന്റ് ഫാദർ ജിനോജ് പാലത്തടത്തിൽ, സീഡ് സീനിയർ മാനേജർ എന്നിവർ സംസാരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രീകൃത ഡാറ്റാ സെന്റർ പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കൂദാശ ചെയ്തു. സഭാ സംബന്ധമായ എല്ലാ വിവരങ്ങളും കേന്ദ്ര ഭദ്രാസന ഇടവക തലത്തിൽ സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡാറ്റാ സെന്റർ രൂപീകരിക്കുന്നത്. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സഭാ വക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം, കൊന്നാട്ടറീഷ് കോർ എപ്പിസ്കോപ്പ ഫാദർ ബൈജു ജോൺസൺ, ഫാദർ ബ്രിജിത്ത് കെ ബേബി എന്നിവർ സന്നിഹിതരായിരുന്നു. സീറോ മലബാർ സഭയിലെ പ്രവാസി രൂപതകളിൽ ഏറ്റവും സജീവവും ഊർജ്ജസ്വലവുമായ രൂപതയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയെന്ന് സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. രൂപതയിൽ അജപാലന സന്ദർശനം നടത്തുന്ന അദ്ദേഹം റാംസ് ഗേറ്റിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രൂപതയുടെ വൈദിക സമിതിയെ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു. വിശ്വാസ പരിശീലനത്തിലും അൽമായ ശുശ്രൂഷയിലും അജപാലന ശുശ്രൂഷയിലും യൂറോപ്പിലെ സഭയ്ക്ക് തന്നെ മാതൃകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പ്രവർത്തനങ്ങൾ. ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് വിവിധ ജോലി മേഖലകൾ തേടി കുടിയേറിയിട്ടുള്ള 70,000-ഓളം സഭാ മക്കളുണ്ട്. അവരുടെ കുടിയേറ്റം സാമ്പത്തിക ഉന്നമനം മാത്രം ലക്ഷ്യമാക്കിയുള്ളതാകരുതെന്നും ദൈവം പ്രതീക്ഷിക്കുന്ന പ്രേക്ഷിത ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ട് അയക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് ബോധ്യപ്പെടണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. രൂപതയെ ശ്രദ്ധാപൂർവ്വം നയിക്കുന്നതിനും ഒരു വ്യക്തിസഭ എന്ന നിലയിലുള്ള സീറോ മലബാർ സഭയുടെ തനിമയും വ്യതിരക്തതയും കാത്തുസൂക്ഷിക്കുന്നതിനും രൂപത അധ്യക്ഷനായ മാർ ജോസഫ് സ്രാമ്പിക്കൽ നടത്തുന്ന പരിശ്രമങ്ങളെ മേജർ ആർച്ച് ബിഷപ്പ് അനുമോദിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.